ഭർത്താവിനെ രക്ഷിക്കാൻ ഭാര്യയുടെ സാഹസിക ശ്രമം. 8ാം ഡിവിഷനിൽപ്പെട്ട ഇലങ്ങിക്കാട് രമേശനാണ് കുരുമുളക് പറിക്കുന്നതിനിടെ 40 അടി താഴ്ചയുള്ള കിണറ്റിൽ വീണത്. ഇത് കണ്ട ഭാര്യ പത്മ കയറിൽ തൂങ്ങിയിറങ്ങി വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ രമേശനെ താങ്ങി നിർത്തുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും കരയ്ക്ക് കയറ്റിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അതായത് ഈ 2025 ജനുവരി മാസം തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെയൊക്കെ തല മരവിച്ച് പോകുന്ന സൈസുള്ള ന്യൂസുകളാണ് നമ്മൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിറത്തിൻ്റെ പേരിൽ, സ്ത്രീധനത്തിൻ്റെ പേരിൽ, ജോലി ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ മരണപ്പെടുന്ന കൊലപാതകങ്ങൾ, ആത്മഹത്യകളൊക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു കഥ തന്നെയാണ് ഈ ഒരു ന്യൂസ് എനിക്ക് അത്രയും തോന്നിയേക്കുന്നത്. അത്രയും സന്തോഷമായിട്ട് തോന്നി. കാരണം ആ ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ രണ്ടുപേരും കൂടി കുരുമുളക് ൻ്റെ സമയമാണല്ലോ. ആ സമയത്ത് അവരൊരു കിണറിന് അടുത്തുള്ള ഒരു മരത്തിൽ, ആ മരക്കൊമ്പിൽ കുരുമുളക് ഉണ്ടായിരുന്നു. ആ കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് ആ ചെടിയുടെ മുകളിലായിരുന്നു. അപ്പോൾ ആ മരം ഉണങ്ങി നിന്നതെന്തോ ആയിരുന്നു. അത് കിണറിലേക്ക് ചാഞ്ഞു നിന്ന മരമായിരുന്നു. അത് ഒടിഞ്ഞ് ആ കിണറ്റിലേക്ക് വീണു. ആ സമയം തന്നെ ആ ചേച്ചി ആ സെക്കൻഡിൽ തന്നെ തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കയറ് കൊണ്ടുവരികയും ആ കയറ് കിണറ്റിലേക്ക് ഇറക്കുകയും അകത്തെ തൂങ്ങി ചേച്ചി കിണറ്റിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അപ്പം തൻ്റെ കയ്യിലൊക്കെ വലത് കൈയുടെ വെള്ളയ്ക്കകത്തെല്ലാം മുറിവുകളുണ്ടായി, തൊലി പോയി. എന്നിട്ടും ആ വേദനയൊക്കെ സഹിച്ച് തൻ്റെ ഭർത്താവിനെ എങ്ങനെയും രക്ഷിക്കണമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി കിണറ്റിലിറങ്ങി ഒരു കൈ കൊണ്ട് ഭർത്താവിനെ താങ്ങി പിടിക്കുകയും മറ്റേ കൈ കയറേൽ പിടിച്ച് നിൽക്കുകയും ചെയ്തു. 15 മിനിറ്റോളം ഈ സ്ത്രീ അങ്ങനെ ഭർത്താവിനെയും പിടിച്ച് നിന്നെന്നാണ് കേൾക്കുന്നത്. ഫയർഫോഴ്സ് എത്താൻ 15 മിനിറ്റ് താമസം വന്നു. അത് അവരുടെ വീട്ടിലേക്കുള്ള വഴി ഇവർ വിളിച്ചു പറഞ്ഞതിന് ശേഷം, അയൽവക്കംകാർ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഫയർഫോഴ്സ് വരാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടിലേക്കുള്ള വഴി അത്രയും ദുർഘടമായിരുന്നു. അങ്ങനെയാണ് 15 മിനിറ്റ് എടുത്തത്. ആ 15 മിനിറ്റ് അവർ വന്നപ്പോഴത്തേക്കിനും അവർ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ ചേച്ചി ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കുന്നത് കണ്ടത്. അവരിറങ്ങാനിറങ്ങിയപ്പോൾ അവർ വിളിച്ച് ചോദിച്ചു, എങ്ങനെയുണ്ട്, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഭർത്താവിന് കുറച്ച് ക്ഷീണമുണ്ട്, എന്നാലും ഞാൻ പിടിച്ച് നിൽക്കും, നിങ്ങൾ വല ഇറക്കി തന്നാൽ മതി, നിങ്ങളാരും ഇറങ്ങേണ്ടതില്ല, ഞാൻ ഭർത്താവിനെ ആ വലയിൽ കയറ്റി വിട്ടേക്കാം എന്ന് ആ ചേച്ചി അത്ര ആത്മധൈര്യത്തോടു കൂടിയാണ് ചേച്ചി പറഞ്ഞത്. അവർ കയറിറക്കി വല അതിൽ കെട്ടി ഇറക്കിയപ്പോഴത്തേക്കിന് ഭർത്താവിനെ ഭാര്യ ഇതിലേക്ക് കയറ്റി അവർ അങ്ങനെ രക്ഷപ്പെടുത്തി. അതിനുശേഷം ചേച്ചി ഇറങ്ങി വന്നു. പുള്ളിക്ക് കുറച്ചൊക്കെ മനസ്സിന് വിഷമം, ആ ഒരു ആത്മധൈര്യക്കുറവ് അതുണ്ടെങ്കിലും ആൾ ഓക്കെ ആയിരുന്നു, അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പുള്ളിക്കാരത്തിയുടെ, അതായത് ഭാര്യയുടെ അത്രയും ആത്മധൈര്യമാണ് ജീവൻ രക്ഷിച്ചേക്കുന്നത്. അത്ര എക്സ്പേർട്ടൊന്നും കയറേ കൂടെ ഇറങ്ങാനുള്ള എക്സ്പേർട്ടൊന്നും ഇല്ലെങ്കിലും തൻ്റെ ഭർത്താവിനെ എങ്ങനെയും രക്ഷിക്കണമെന്നുള്ള ആ ഒരു സ്നേഹക്കൂടുതൽ, ആ ഒരു ഇതുകൊണ്ട് അത്രയും ധൈര്യം കാണിച്ചു. അതുകൊണ്ട് ഭർത്താവിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. ഈ അവസരത്തിൽ നമ്മുടെ പുതുതലമുറ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിറത്തിൻ്റെയും സൗന്ദര്യക്കുറവിൻ്റെ, ജോലിയുടെ, സ്ത്രീധനം കുറഞ്ഞു പോയി എന്നൊക്കെ കാരണങ്ങൾ കൊണ്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. കഴിഞ്ഞ ദിവസം വിഷ്ണുജ എന്ന് പറഞ്ഞ, ഈ 2 ദിവസം മുമ്പ് വിഷ്ണുജ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണം ആ പെൺകുട്ടിക്ക് നിറം കുറവാണ്, ജോലിയില്ല. ആ നിരന്തരമായ ഭർത്താവിൻ്റെ പീഡനത്തിന് ശേഷം ആ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു 2 ആഴ്ച മുമ്പ് മലപ്പുറത്തുണ്ടായ ഷഹാന മുംതാസിൻ്റെ മരണം. 19 വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. അവൾക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം, ബിരുദമൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടിക്ക് നിറം കുറവാണെന്നുള്ള വീട്ടുകാരുടെ പീഡനത്തെയും ഭർത്താവിൻ്റെ പീഡനത്തെയും തുടർന്ന് ആ കുട്ടിയും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കേണ്ടത് നിറമോ സൗന്ദര്യമോ സാമ്പത്തികമോ ഒന്നുമല്ല ഇപ്പോഴത്തെ അടിസ്ഥാനം, സ്നേഹമാണ്. ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇത് കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നു വരുന്നത്. ഇപ്പോൾ ഈ ഭർത്താവും ഭാര്യയും ഇവരുടെ മക്കൾ ഒരിക്കലും അവരൊരു മോശമായ രീതിയിലേക്ക് പോവുകയില്ല. കാരണം അവരുടെ കുടുംബം അതുപോലെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഇതാണ്, അവർ തമ്മിലുള്ള സ്നേഹമാണ് ഇതിൽ കാണുന്നത്. ഇത് കണ്ട് വളരുന്ന തലമുറ അതേ രീതി തന്നെയാണ് അനുകരിക്കാൻ പോകുന്നത്. കൂടുതലും 90% മക്കൾ തൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം അത് മനസ്സിലാക്കി വളരുന്ന മക്കൾ തൻ്റെ കുടുംബവും തൻ്റെ അച്ഛൻ്റെയും അമ്മയും എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കണമെന്ന് ഇനിയും വളർന്നു വരുന്ന മക്കളും അവരും ചിന്തിക്കുകയുള്ളൂ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് പോകണം എന്നാണ് ചിന്തിക്കുന്നത്. ഈ
ചേച്ചിയുടെ അല്ലെങ്കിൽ ചേട്ടൻ്റെ സ്നേഹം അതാണ് നമ്മൾ ഈ ഒരു അപകടം സംഭവിച്ചപ്പം കാണാൻ സാധിച്ചത്. അല്ലാതെ ഇത് പുള്ളി അങ്ങനെ ഇവിടെ പോട്ടെ, എനിക്കിപ്പം നേരമില്ല അല്ലെങ്കിൽ പറ്റിയേല അങ്ങനെയുള്ള ഇതല്ല. ആ സമയത്ത് ആ ചേച്ചി തക്കതായ ഒരു തീരുമാനം എടുത്ത് കിണറ്റിലേക്ക് കയറ് കൊണ്ടുവന്നു ഇറങ്ങി അത്രയും ധൈര്യം കാണിച്ചു. അതുപോലെ തന്നെ ഭർത്താവ്, ആ മനുഷ്യന് ആ ചേച്ചിക്ക് എങ്ങനെയാണോ ഒരു സംരക്ഷണം കൊടുത്തേക്കുന്നത്, എങ്ങനെയാണോ ആ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയേക്കുന്നത്, അത്രയും നല്ല ഉത്തരവാദിത്വത്തോട് കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ആ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം. എന്തായാലും നല്ലൊരു സന്തോഷം ഉള്ള ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഭാര്യയ്ക്കും ഭർത്താവിനും യാതൊരു കുഴപ്പവുമില്ലാതെ ജീവിത അവസാനം വരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് ഇതുപോലെ തന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ ആകട്ടെ. അതുപോലെ അവർക്ക് അതിനുള്ള ആയുസ്സും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.